ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിസ്മി ജിസ്പോൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണം ഞാൻ വിചാരിക്കുന്നു. അതേ നമ്മളിവിടെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. കുറേ നാളായി ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ട്. സത്യം പറഞ്ഞാൽ മടിയാണ്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒന്ന് സെറ്റിൽ ആവാനായിട്ട് ടൈം എടുത്തു. പിന്നെ ഇപ്പോഴാണ് ഒന്ന് സെറ്റായതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം പതിവ് പോലെ ഇന്നും എനിക്കൊരു നൈറ്റ് ഷിഫ്റ്റാണ്. ഇന്നാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ഷിഫ്റ്റാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഈ ഒരു ഫസ്റ്റ് നൈറ്റിലത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ലൈഫ് ആസ് എ നേഴ്സ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു നൈറ്റ് ഷിഫ്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, കുറച്ച് നല്ല ശീലങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഇത് പുതിയൊരു വർഷമാണല്ലോ. അപ്പം ജനുവരിയിൽ നമുക്ക് പ്രത്യേകിച്ച് റിസൊല്യൂഷൻസ് കാര്യങ്ങളൊന്നും പറ്റിയില്ല. നമ്മൾ നാട്ടിലായിരുന്നു, നമ്മൾ എന്ത് വിചാരിച്ചാലും നടക്കില്ല, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു ഫെബ്രുവരി മിഡിലോട് കൂടിയാണ് നമ്മുടെ പുതിയ വർഷത്തെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നല്ല ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെറിയ ക്ലൗഡി ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. ചെറിയ മഴക്കാറൊക്കെ ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. 10 മണിയായി എഴുന്നേറ്റപ്പം. ഞാൻ അന്ന് നൈറ്റ് തുടങ്ങുന്ന ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഒരു ക്ഷീണം തീർത്ത് ഞാൻ ഉറങ്ങാറുണ്ട്, അല്ലെങ്കിൽ നൈറ്റിന് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ഒരു വർഷം നമ്മൾ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ റിസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ആക്കരുത് എന്നൊരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം മാക്സിമം ഞാൻ ട്രൈ ചെയ്തായിരുന്നു ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് സക്സസ് ആയി എന്ന് കണ്ടു. അപ്പോൾ അടുത്ത ഒരു അറ്റംപ്റ്റ് ആയിട്ട് ഞങ്ങൾ ഹെൽത്തിലോട്ട് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ആക്ച്വലി ഞാൻ ട്രെഡ്മിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടുള്ളൂ, 2-3 ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെയാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരെ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ടയേർഡായി പോകും. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാനൊരു അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത്. എനിക്കിഷ്ടമുള്ള ബ്രെഡാണ് കേട്ടോ അത്. ടൈഗർ ബ്ലൂം എന്നാണ് ഈ ബ്രെഡിൻ്റെ പേര്. എനിക്കെന്തോ ഈ ഒരു ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ബ്രെഡൊക്കെ സ്ലൈസ് ചെയ്ത് ടോസ്റ്റ് ചെയ്യാനൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് ആകെ നമ്മുടെ അവക്കാഡോ ആകെ ഒരെണ്ണേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചൊരു ഗുവക്കമോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അനിയനും കുറച്ച് ടൊമാറ്റോ ഒക്കെ അതിലോട്ട് ചോപ്പ് ചെയ്തിട്ടിട്ട്, പിന്നെ അത്യാവശ്യത്തിന് കുറച്ചും ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെപ്പറൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇച്ചിരി മുട്ട ചിക്കി ചകഞ്ഞ് വെക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാമല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന ടോസ്റ്റുകളൊക്കെ അങ്ങനെയല്ലേ, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാമല്ലോ. അപ്പം ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളി ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം സാധാരണ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കറിവേപ്പില മേടിക്കും. സാധാരണ നമ്മളിങ്ങനെ കറിവേപ്പില ഇങ്ങനെ കൊണ്ടുവച്ച് കുറച്ച് നാൾ കഴിയുമ്പം ഫ്രീസറിലിരുന്ന് അല്ലെങ്കിൽ ഫ്രിഡ്ജിലിരുന്ന് അതിങ്ങനെ കറുത്ത് പോകും. ഏകദേശം ഒരാഴ്ചയൊക്കെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറിയിലിടുമ്പോൾ ആകെ കറുത്ത് ഒരു കളറായിട്ടിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഫ്രോസൺ ചെയ്ത് വെക്കാറുണ്ട്. ജസ്റ്റ് നമ്മുടെ ഐസ് ക്യൂബിൻ്റെ ആ മോൾഡ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് അത്യാവശ്യത്തിന് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് വെള്ളം നിറച്ച് ഫ്രീസ് ചെയ്യും. അപ്പം ഒരുപാട് ഇലയുള്ള കാരണം കൊണ്ട് ഞാനിങ്ങനെ പതുക്കെ സെറ്റായിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫ്രീസായി കഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ ക്യൂബും ജസ്റ്റ് ഒരു സിപ്ലോക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിലിലോ നമ്മളിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ തന്നെ കീപ്പ് ചെയ്യണം. നമുക്കത് ആവശ്യത്തിന് ഓരോ കറിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ആൻഡ് ദിസ് ഈസ് മൈ ലോണ്ട്രി ഡേ. അപ്പം എല്ലാ ദിവസവും ഞാൻ ലോണ്ട്രി ചെയ്യില്ല. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് അലക്കാനായിട്ട് തുണി കിട്ടാറ്. അപ്പം ഇന്ന് ലോണ്ട്രി ഡേ ആണ്. അപ്പോൾ ഞാൻ അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, കാരണം തലേ ദിവസത്തെ മീൻകറി തന്നെ നമുക്കിരിപ്പുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മുടെ തുണിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു, കഴുകി വന്നിട്ടുണ്ടായിരുന്നു. അത് ഡ്രയർ ഇല്ല, അത് കാരണം കൊണ്ട് നമ്മൾ സാധാരണ ഒരു ഡ്രൈയിങ് സ്റ്റാൻഡിലാണ് കേട്ടോ തുണിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. അപ്പം അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. സൈഡിൽ എയ്ഡപ്പൻ ബ്ലൂയി കാർട്ടൂൺ കാണുന്നുണ്ട്. ഇന്ന് എയ്ഡന് ക്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ മുതൽ തന്നെ കാർട്ടൂൺ വെച്ചിരിക്കുകയാണ് പുള്ളി.
അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞൊരു 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു ചായ കുടിച്ചു. പിന്നെ പെട്ടെന്നാണ് ചായം പോയത്. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും സമയമൊക്കെ ഇങ്ങനെ ഓടി പോയി. പിന്നെ നമ്മുടെ അയണിങ് കാര്യങ്ങളൊക്കെ ആയി. അവസാനം പോകാൻ ടൈമായി. ഞാൻ റെഡിയായി പോകാനായിട്ട് നിൽക്കുകയാണ്. സാധാരണ എന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് ഏടപ്പൻ കൂടെ വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം വീട്ടിൽ മമ്മിയുണ്ട്. മമ്മിയുള്ള കാരണം കൊണ്ട് തന്നെ മമ്മിയുടെ അടുത്തിരുന്നോളും പുള്ളി. പിന്നെ ആൾക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് എന്നോട് തന്നെ പോയിക്കോളാം പറഞ്ഞു. ആദ്യം പറഞ്ഞ എൻ്റെ അടുത്ത് ബസ്സിന് പോയിക്കോളാം പറഞ്ഞു. പിന്നെ പറഞ്ഞു ഓക്കെ അവൻ വരുന്നില്ല, അവൻ മമ്മിയുടെ ഒപ്പം ഇരുന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചാനും കൂടി പോവാണ്. ചെറിയൊരു റെയിനിങ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പം. പിന്നെ ഹോസ്പിറ്റലിൽ ഇവിടെ മുഴുവൻ കൺസ്ട്രക്ഷൻ വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം റോഡ് മുഴുവൻ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. പക്ഷേ നമുക്കിങ്ങനെ ഡ്രോപ്പ് ചെയ്യാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓപ്പൺ ആക്കി തരും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെത്തി. ആക്ച്വലി എൻ്റെ ഐ ഡി ഇല്ല. അപ്പം ആരെങ്കിലും വിചാരിച്ചാലേ ഞാൻ അകത്തോട്ട് എനിക്ക് കയറാൻ പറ്റും. ആരും അടിച്ചു. ഓക്കെ ഫൈൻ. ഹലോ. അപ്പോൾ ഞാൻ ഷിഫ്റ്റിൽ കയറി. ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു 10 minutes ബ്രേക്ക്. ഞാനൊരു റാപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് കഴിക്കണം. പിന്നെ ഞാൻ കറക്റ്റ് ടൈമിങ്ങിലാണ് വന്നത്. ഏകദേശം ഒരു 2 minute ബാലൻസ് ഉള്ളപ്പോഴാണ് വന്നത് സേഫ്റ്റി ബ്രീഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 7:30 കേട്ടോ ഷിഫ്റ്റ് തുടങ്ങുന്നത്. അടുത്ത ദിവസം 12 മണിക്കൂർ 12 മണിക്കൂർ എന്ന് പറയാം. 7:30 അടുത്ത ദിവസം 7:30 വരെയാണുള്ളത്. 8 മണിക്ക് ആകുമ്പോഴത്തേനും എല്ലാം തീർന്ന് നമുക്ക് വീട്ടിൽ പോകാനായിട്ട് പറ്റും. ഞാനെൻ്റെ ബ്രേക്കിന് വന്നേക്കാണ് കേട്ടോ. നമുക്കിവിടെ 1.5 മണിക്കൂർ ബ്രേക്ക് നമുക്ക് ടോട്ടലായിട്ട് ഒരു നൈറ്റ് ഷിഫ്റ്റിന് കിട്ടും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമുക്ക് വേണമെങ്കിൽ അത് ഹാഫ് ആൻ അവർ അങ്ങനെ 3 തവണയായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഈ 1.5 മണിക്കൂർ ബ്രേക്ക് ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ ഞാൻ ഒരുമിച്ചാണ് ഈ 1.5 മണിക്കൂർ ബ്രേക്ക് എടുക്കാറ്. നമുക്ക് ആ ടൈമിൽ ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, പുറത്ത് പോകണമെങ്കിൽ പുറത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കിടന്നുറങ്ങും നമ്മുടെ ഒരു ടയർഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലി നമുക്ക് 6 സ്റ്റാഫാണ് ഒരു നൈറ്റ് ഷിഫ്റ്റിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ 3 RNും 3 HCAs ആണ് ഉണ്ടാവുന്നത്. നോർമൽ ഒരു നൈറ്റ് ഷിഫ്റ്റിൽ ഇതാണ് സ്റ്റാഫിങ്. ഇനിയിപ്പം അക്യൂറ്റി അനുസരിച്ചിട്ട് സ്റ്റാഫിങ്ങിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഹെവിയാണ്, പേഷ്യൻസൊക്കെ കുറച്ചും കൂടെ സിക്കാണ് എന്നുണ്ടെങ്കിൽ, പോളി പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാഫിങ് RNന് കൂടുതൽ കിട്ടും. RN or SCAന് നമുക്ക് കൂടുതൽ ഉണ്ടാവും. പിന്നെ 7:30 ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സേഫ്റ്റി ബ്രീഫോടുകൂടെ സ്റ്റാർട്ട് ചെയ്യും. ഒരു ഹാൻഡ് ഓവറൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിക്ക് ആകുമ്പോഴത്തേനും സ്റ്റാഫ്മാരൊക്കെ പോകും. ഡേ ഷിഫ്റ്റിലെ സ്റ്റാഫൊക്കെ പോകും. പിന്നെ നമ്മുടെ ഷിഫ്റ്റാണ്. ഫസ്റ്റിന് നമ്മൾ ജസ്റ്റ് പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമ്മളൊക്കെ നോക്കും, ഓക്കെ ആണെന്നൊക്കെ അന്വേഷിക്കും. നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ HCAs അവർ ഓപ്സ്, അതായത് വൈറ്റൽ സയൻസ് ഒക്കെ ചെക്ക് ചെയ്യും, ബ്ലഡ് ഷുഗേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ അത് കഴിയുമ്പം നമ്മൾ ഒരുമിച്ച് പേഷ്യൻസിനെ റിപ്പൊസിഷൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ കൂടെ ബ്രേക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പോകും. മോർണിംഗിലാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 5:30-6 മണി മുതൽ നമ്മൾ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ ആദ്യം IV മെഡിക്കേഷൻസ് ആയിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ടായിരിക്കും ഓറൽ മെഡിക്കേഷൻസ് ടാബ്ലറ്റ്സിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു റെസ്പിറേറ്ററി ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റേതായ പ്രത്യേകതകളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാവും. പിന്നെന്താണ്, രാത്രി നമുക്ക് പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കൂടുതലും കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പേപ്പർ വർക്ക് നമ്മൾ ചെയ്യണം. കുറേയൊക്കെ ഓൺലൈൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ നൈറ്റിലാണ് ചെയ്യുന്നത്. പിന്നെന്താണ്, അങ്ങനെയാണ് നമ്മുടെ നൈറ്റ് ഷിഫ്റ്റ് പോകുന്നത്. 7:30 വരെയാണ് ഉള്ളത്. 7:30 അടുത്ത ഡേ സ്റ്റാഫ് വരും. അവർക്കുള്ള സേഫ്റ്റി ബ്രീഫ് കൊടുത്ത് നമുക്ക് ഹാൻഡ് ഓവറൊക്കെ കൊടുത്ത് ഒരു 8 മണിയാകുമ്പോഴത്തേനും നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും. ആണ് ശരിക്കും ഒരു നൈറ്റ് ഷിഫ്റ്റിൻ്റെ കഥ എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒരു എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഥ, നമ്മുടെ താളം ആകെ കൂടെ തെറ്റിപ്പോവും. അത്രയേ ഉള്ളൂ. ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. എനിക്ക് level 1 പേ ആയിരുന്നു ഞാൻ ചെയ്തായിരുന്നത്. ഞാനൊരു ഇൻചാർജ് ഷിഫ്റ്റ് ആയിരുന്നു ചെയ്തായിരുന്നത്. അപ്പം അതിൻ്റേതായ കുറച്ച് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. കുറച്ച് ചെക്ക്, CD ചെക്ക്, റെസിസ്ട്രോളി ചെക്ക്, അങ്ങനത്തെ കുറച്ച് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്തു. പിന്നെ നൈറ്റിൽ നമുക്ക് കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ട്. നമുക്ക് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേപ്പേഴ്സിലും അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. കാനുല, കത്തീറ്റർ, പിന്നെന്താണ് പേഷ്യൻസിൻ്റെ അക്യൂറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ, ഡയറ്റ് ഗ്രിഡ് അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പം ചെയ്തു.
ലെവൽ 1 ആയതുകൊണ്ടും പിന്നെ പേഷ്യൻസൊക്കെ ഇച്ചിരി സിക്ക് ആയതുകൊണ്ടും ഇച്ചിരി ബിസി ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഒരു തരത്തിൽ പറഞ്ഞാൽ ബിസി ആയിട്ടുള്ള ഷിഫ്റ്റ് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്കിങ്ങനെ ടൈം പോണത് അറിയാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു പ്രശ്നം വരുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും, ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോവും. അപ്പം ഞാനിങ്ങനെ നമുക്ക് ഹാൻഡ് ഓവർ കയ്യിലുണ്ടാവും. അപ്പം നമ്മൾ അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം നമ്മുടെ ഹാൻഡ് ഓവറിൽ ഞാൻ എഴുതി വെക്കും. ആൻഡ് ഏറ്റവും അവസാനമാകുമ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഹാൻഡ് ഓവർ കൊടുക്കാൻ പാകത്തിനാക്കി വെക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. പിന്നെ ഇപ്പം ബിസി അല്ലാത്ത ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നൈറ്റ് ഒരു ലോങ് നൈറ്റായി പോകും. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കേണ്ടി വരും. അങ്ങനെയും പ്രശ്നമുണ്ട്. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് പുറത്ത് എത്തിയപ്പോഴത്തേനും ഇച്ചാനും ഏടപ്പനോട് വന്ന് കിടപ്പുണ്ടായിരുന്നു. ഏടപ്പൻ ആസ് യൂഷ്വൽ ബഹളമാണ്, ടോയ് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഹലോ, അപ്പോൾ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. ഇനി നന്നായിട്ടൊന്ന് കുളിക്കണം, നന്നായി ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. ഇന്ന് വീണ്ടും തിരിച്ച് നൈറ്റുള്ളതാണ്. ഇനി എനിക്ക് 2 നൈറ്റും കൂടി ഉണ്ട്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കൂ.